ഹായ് ഹലോ ഗുഡ് ഈവനിങ് കൂട്ടുകാരെ. അപ്പോൾ ഇന്നത്തെ ടിപ്സ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ പുരികത്തിന് ആകൃതി ഷേപ്പും വരാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് പെട്രോളിയം ജെല്ലി എന്ന് പറയുന്നൊരു സാധനം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ പെട്രോളിയം ജെല്ലി ഒരു ടൂത്ത് ബ്രഷിൽ എടുത്തതിന് ശേഷം രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ നമ്മുടെ പുരികത്തിൽ പുരട്ടി കൊടുക്കുക. പുരട്ടിയതിന് ശേഷം അത് രാവിലെ തുടച്ച് നീക്കുക. ഇങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുന്നത് നമ്മുടെ പുരികത്തിന് നല്ലൊരു ഷേപ്പ് വരാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജിനുള്ളിൽ ഐബ്രോ പെൻസിൽ വെച്ച ശേഷം ആ ഐബ്രോ പെൻസിൽ പിറ്റേന്ന് രാവിലെ തലേ ദിവസം നമ്മൾ വെച്ചതിന് ശേഷം പിറ്റേന്ന് രാവിലെ അതെടുത്ത് കണ്ണെഴുതുകയും പുരികത്ത് വരയ്ക്കുകയും ചെയ്താൽ അത് ഒരുപാട് സമയം നിൽക്കുകയും ചെയ്യും. നല്ല ഷേപ്പ് നമ്മുടെ പുരികത്തിന് വരികയും ചെയ്യും. അതുപോലെ ആവണക്കെണ്ണ എടുത്ത ശേഷം അതിൽ ഗ്ലിസറിൻ ചേർത്ത് പുരികത്ത് പുരട്ടി കൊടുത്താൽ നല്ല രീതിക്ക് ഷേപ്പുള്ള പുരികം ഇടതൂർന്ന് വളരുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഈ ടിപ്സ് ചെയ്തു വെക്കുക. ഇനി ഒരു സാനിറ്ററി പ്രശ്നങ്ങളാണ് പറയാൻ പോകുന്നത്. അതായത് നമുക്ക് വാഷ് ബേസിനിൽ നമ്മുടെ വീട്ടിനകത്ത് അടുക്കളയിലുള്ള സാനിറ്ററി പ്രശ്നമാണ്. അതായത് നമുക്ക് ഈ ടിപ്സ് പറയുന്ന കൂട്ടത്തിൽ ഞാൻ അതുകൂടെ പറഞ്ഞു പോകുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അറിഞ്ഞുകൂടാത്ത ആൾക്കാർ ചെയ്യട്ടെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞു പോകണം, ചെയ്ത് നോക്കട്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് സാനിറ്ററി പ്രശ്നം എന്ന് പറയുമ്പോൾ വാഷ് ബേസിനിലെ കറ കളയുവാനായിട്ട് ഒരു തുണി എടുത്ത ശേഷം വിനാഗിരിയിൽ മുക്കി അത് തുടച്ച് കഴിഞ്ഞാൽ കറ നല്ല പോയി നല്ല അടിപൊളിയായിട്ട് മാറും. അതുപോലെ തന്നെ വാഷ് ബേസിനിൽ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണെങ്കിൽ നമുക്ക് വൃത്തിയാക്കാൻ വേണ്ടി, അതായത് ആ കെട്ടിക്കിടക്കുന്ന വെള്ളം പോകാൻ വേണ്ടി സോഡാപ്പൊടിയും വിനാഗിരിയും തുല്യ അളവിലെടുത്ത ശേഷം അത് ഒഴിച്ച് അടച്ചു വയ്ക്കുക. ശേഷം ഇതിനെ വെള്ളം ശക്തിയായിട്ട് തുറന്നു വിട്ടാൽ വെള്ളം എപ്പോഴും ഇതിൽ കെട്ടി നിൽക്കുന്നത് നമുക്ക് തടയാൻ കഴിയും. അപ്പോൾ ഈ ടിപ്സുകൾ പറയാനാണ് വന്നത്. നാളെ ഞാൻ പുതിയ ടിപ്സുമായിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ ബൈ.